ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച അന്വേഷണ സംഘം ആറാമത്തെ ഭാഗത്തു നിന്നും പുരുഷന്റെ അസ്ഥികൂടം കണ്ടെടുത്തു. ഇന്ന് പ്രധാനമായും വനമേഖലയോടും ദേശീയപാതയോടും ചേർന്ന പ്രധാന പോയിന്റുകളിലാണ് പരിശോധന. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതീവ രഹസ്യ സ്വഭാവത്തിലായിരിക്കണമെന്ന് DGP കർശന നിർദ്ദേശം നൽകി. SITയുടെ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ ഇന്ന് നിർണായക ദിനമാണ്. ഇന്ന് പുഴയോടും ദേശീയപാതയോടും ചേർന്ന 8ാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. ഈ പാലത്തിന് തൊട്ട് സമീപത്തായിട്ടാണ് ഈ പോയിന്റ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ 8ാമത്തെ പോയിന്റ് ഈ വനമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 7 പോയിന്റുകളിലെ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. ഇതിൽ 6ാമത്തെ പോയിന്റിൽ നിന്ന് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. പുരുഷന്റെ അസ്ഥിയുടെ ഭാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഭാഗത്ത് ഈ കുഴിയിൽ തന്നെ നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും കർശന പരിശോധനയുമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം പോകുന്നത്. 24 മണിക്കൂറും ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ മണ്ണ് നീക്കി പരിശോധന ചെയ്യുന്നതിലൂടെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് ഈ ശുചീകരണ തൊഴിലാളിയും SIT സംഘവും പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ ഈ കുറ്റക്കാരായാലും അവരെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടി ഈ ഇരകളുടെ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നത്തെ പരിശോധനയിൽ ഏറ്റവും നിർണായകമായ മറ്റു കാര്യങ്ങൾ ഇതാണ്. അതായത് ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശങ്ങളിൽ, അതായത് 8, 9, 10, 11, 12 എന്നിവ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ദേശീയപാതയ്ക്ക് തൊട്ട് സമീപത്താണ്. അതായത് വാഹനങ്ങളിൽ മൃതദേഹം എത്തിച്ചതിന് ശേഷം ശുചീകരണ തൊഴിലാളിയോട് അടക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ശുചീകരണ തൊഴിലാളി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി. അത്തരത്തിൽ ഈ വാഹനങ്ങളിൽ കൈമാറിയ മൃതദേഹമാണ് ഈ ഭാഗങ്ങളിൽ സംസ്കരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഒന്നിലധികം മൃതദേഹ ഭാഗങ്ങൾ ഈ ഒരു കുഴിയിൽ നിന്ന് കണ്ടെത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. എന്തായാലും SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ രഹസ്യമായി പരാതികൾ അറിയിക്കുന്നതിനും മറ്റുമായി ഈ വെൽത്തങ്ങാടിയിലും മംഗലാപുരത്തും ഒരു പ്രത്യേക ക്യാമ്പ് ഹൗസുകൾ തുറന്നിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്ക് സംവിധാനങ്ങളടക്കം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കൂടുതൽ പരാതികളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഈ നേത്രാവതി പുഴയുടെ തീരമാണ് ഈ കാണുന്നത്. ഈ ഭാഗങ്ങളിലാണ്, അതായത് ഈ പുഴയോട് ചേർന്ന ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയുടെ കൂടുതൽ വിവരങ്ങളൊന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇന്നത്തെ പരിശോധന ഏറെ നിർണായകമാണ്. നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, ധർമ്മസ്ഥല.